ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ മനോഹരമായ പ്രഭാതത്തിൽ ഒരു പുതിയ സിനിമാ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. നമ്മൾ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം തേടിയുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. ഒരു സിനിമ എന്നത് ഒരു ടീം വർക്കാണ്. എല്ലാവരും കൂട്ടിയോജിപ്പിച്ച് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തുന്ന ഒരു ടീം വർക്കിൻ്റെ പ്രോഡക്റ്റാണ് സിനിമ എന്ന് പറയുന്നത്. ആ സിനിമ ഞങ്ങളെ പോലുള്ള പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആശ്വാസമാണ്. ജീവിതത്തിലെ ഏറ്റവും സങ്കീർണവും ബുദ്ധിമുട്ടേറിയുമായ ജീവിതയാത്രയ്ക്കിടയിൽ ഞങ്ങൾക്കൊന്ന് ആശ്വസിക്കാൻ, ഒന്ന് ചിരിക്കാൻ, ഒന്ന് സന്തോഷിക്കാൻ, ചിലപ്പോൾ സാന്ത്വനമാകാൻ, ചിലപ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന, ചിലപ്പോൾ നമുക്ക് ചില മുന്നറിയിപ്പുകൾ നൽകുന്ന, ചിലപ്പോൾ ഇതാണ് ശരിയെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന പ്രേക്ഷകനുമായുള്ള ഏറ്റവും വലിയ മീഡിയമാണ് സിനിമ. സിനിമ നൽകുന്ന സംഭാവനകൾ ഞാൻ ഈ പറഞ്ഞത് എല്ലാം കൂടി ചേർന്നതാണ്. ഒരുപാട് പേർ, കലാകാരന്മാർ ഒരുമിച്ച്, കലാകാരികൾ ഒരുമിച്ച് നടത്തുന്ന ഒരു ടീം വർക്കാണ് അത് നല്ല ഒരു പ്രോഡക്റ്റായി മാറുന്നത്. ഗുലാൻ്റെ തട്ടുകട എന്ന ഈ സിനിമ തീർച്ചയായും എല്ലാവരെയും ചിരിപ്പിക്കുന്ന, എല്ലാവർക്കും ഒരു, നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതത്തിനിടയിൽ ഒന്ന് ആർത്തിച്ചിരിക്കാൻ, എല്ലാം മറക്കാൻ, ചിരിപ്പിക്കാൻ ഒക്കെ കഴിയുന്ന നല്ല സിനിമയായി മാറട്ടെ. മലയാളികളായ നല്ല പ്രേക്ഷകർ അവരുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു നല്ല സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ പ്രിയങ്കരനായ സംഗീതം ശ്രീ മുന്ന ഇഷാനാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും നിർവഹിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന എൻ്റെ വളരെ അടുത്ത ഒരു സ്നേഹിതൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു പുതിയ സംരംഭമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതൊരു മഹാസംരംഭമാക്കി മാറ്റത്തെ ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒത്തിരി തിരക്കുകൾക്കിടയിലും ഈ ഒരു ദിവസത്തിന്, ഈ ഒരു നിമിഷത്തേക്ക് എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു കോമഡി എന്റർടൈനർ, അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കൊരു റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയായി ഗുലാന്റെ തട്ടുകട ഫൺ അൺലിമിറ്റഡ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശ്രീ ജാഫർ ഇടുക്കി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയടിയൊക്കെ കൊടുക്കുക. നമുക്ക് രണ്ട് ഇടുക്കി ഭാഷയൊക്കെ കേൾക്കട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് കൊണ്ടിരിക്കുന്നത്. സത്യമായിട്ട് ഞാൻ അവിടെ കവാടം കയറിയപ്പോൾ എനിക്ക് ഒന്നിച്ച് വരണമെന്നുണ്ടായിരുന്നു. ഞാനവിടെ ചായ കുടിക്കാൻ കയറിയുണ്ടായിരുന്നു. സതീശൻ സാറ് നല്ല അർത്ഥവത്തായ കാര്യങ്ങൾ സിനിമയെക്കുറിച്ച് പോലും നമ്മൾ അഭിനയിക്കുന്ന മാത്രമേ അതിനകത്ത് വിലയിരുത്തുന്നതെന്ന് പറഞ്ഞാൽ കാണുന്ന ഒരു കാര്യവിവരമുള്ളവരാണ്. അപ്പം നല്ല കാര്യം പറഞ്ഞു, അതിന് മുകളിൽ പറയാനൊന്നുമില്ല. എന്തായാലും ഞാനും ഇതിനകത്തൊരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളാണ്. മുന്നേ ഒരു 30 വർഷം ഇപ്പോഴാണ് ഈ ഗുലാൻ്റെ തട്ടുകട തിരഞ്ഞെടുത്തതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിന്നേക്കൊരു ചെറിയ തട്ടുകടയാണെന്ന് വരില്ലേ, ഇനിയിപ്പോൾ ആ തട്ടുകട വെച്ചിട്ട് കൂട്ടിയിറങ്ങിയാണോ എന്നെനിക്കറിയില്ല. എന്തായാലും കഥ കേട്ടിട്ടുള്ള കഥ മണ്ടയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുനിൽപേട്ട ചേട്ടൻ എൻ്റെ ഇൻറ്റിമേറ്റാണ്. എനിക്ക് ഒത്തിരി സിനിമയൊക്കെ തന്നാണ് നന്നായിട്ട് കൺട്രോളൊന്നും എനിക്ക് തോന്നുന്നു. പിന്നെ ദിനേശ് മീഡിയ, എല്ലാവരും, അങ്ങനെ എല്ലാ മീഡിയക്കാർക്കും എല്ലാവരും ഈ പടം വിജയിക്കാനാണ് സാർ പറഞ്ഞ പോലെ എല്ലാവരും പ്രാർത്ഥിക്കുക, വൻ വിജയമാക്കി തീർക്കുക, എല്ലാവരെയും അനുഗ്രഹിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you so much. Moving on, Sri Dracula Sudhir, please come forward. നല്ലൊരു കൈയടിയൊക്കെ കൊടുക്കാം. ആ ഡ്രാക്കുള എന്ന് വിളിക്കുന്നോണ്ടാണോ ബുദ്ധിമുട്ടില്ല? സുധീരേട്ടന്റെ വലിയ മനസ്സിനുടമയാണ് കേട്ടോ. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പുള്ളിയുടെ പേഴ്സണൽ ലൈഫിലുണ്ട്. അപ്പൊ ഗുണ്ട എന്നുള്ള സാധനം മാറ്റണം അല്ലേ? നന്മമരമാണോ ഈ സിനിമയില്? നമസ്കാരം എല്ലാവർക്കും. വളരെ ഞാൻ ഒരുപാട് ആരാധിക്കുന്നതാണ്. സതീഷ് സാറിൻ്റെ മുമ്പിൽ ആദ്യമായിട്ടാണ് ഒരു മൈക്കായിട്ട് എടുത്തൊക്കെ സംസാരിക്കുന്നത്. പിന്നെ ജാഫർക്ക സിനിമ കണ്ട് സിനിമയിലേക്ക് തുടങ്ങുമ്പോൾ ജാഫർക്കയുടെയൊക്കെ ഓരോ പ്രോഗ്രാമും സിനിമയൊക്കെ കണ്ടിട്ടാണ് നമ്മളൊക്കെ അഭിനയം തുടങ്ങുന്നത്. അദ്ദേഹത്തെ ഒരുപാട് ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു. പിന്നെ മുന്ന അദ്ദേഹം എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. മുന്നേ എൻ്റെ മാത്രമല്ല, എല്ലാ സുഹൃത്തുക്കളുടെയും സുഹൃത്താണ്. അതാണ് മുന്നയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. അദ്ദേഹം
സ്ക്രിപ്റ്റ് എഴുതി ഗുലാം തട്ടുകട എന്നുള്ള സിനിമ സംവിധാനം ചെയ്യാൻ പോവാണ്. സതീഷ് സാർ പറഞ്ഞ മാധ്യമ രംഗത്തെ വളരെ പ്രഗത്ഭനാണ് മുന്ന. അദ്ദേഹം സിനിമ ഈ നർമ്മപ്രധാനമുള്ള ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ആ സിനിമ അതായത് മുന്നേ സംസാരിക്കുമ്പോഴേ മുന്നോട്ട് കൂടെ സംസാരിക്കുമ്പോൾ തന്നെ അതിൽ നർമ്മമുണ്ട്. അദ്ദേഹം ഏത് രീതിയിൽ ഈ സിനിമ കൈകാര്യം ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഗംഭീരമായിരിക്കും, ഇതിന് വിജയമായിരിക്കും, ഒരു 100% എന്റർടൈൻമെന്റ് ആയിരിക്കും. ആവട്ടെ, അതിൽ ഞാനും ഒരു ചെറിയ കഥാപാത്രം ചെയ്യുന്നുണ്ട്. ഒത്തിരി ഒത്തിരി സന്തോഷം. വൻ വിജയമായിട്ട് സിനിമ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ശ്രീ സുധീർ. സിനിമയുടെ ഭാഗമായി നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിനായി വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ വിജയകുമാർ. ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കയ്യടിയൊക്കെ കൊടുക്കാം. ഒത്തിരി സിനിമകളിലൂടെയൊക്കെ ഫേമസ് ആയ ആളാണ്. ഒപ്പം ശ്രീനാഥ് ബാസിനെ വെച്ച് ഒരു ഏറ്റവും പുതിയ മൂവി കൂടെ നമുക്ക് വേണ്ടി അദ്ദേഹം ഒരുക്കുന്നുണ്ട്. സഹോദരി സഹോദരന്മാരെ, എൻ്റെ ഗുരുക്കന്മാരെ, പ്രിയപ്പെട്ട സതീശൻ, എനിക്ക് ഏറ്റവും ബഹുമാനമുള്ളൊരു നേതാവാണ് ജാഫർക്ക, സുധീരൻ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, എല്ലാവരോടൊപ്പം ഇങ്ങനൊരു സാന്നിധ്യം എനിക്ക് ഭയങ്കര അനുഗ്രഹമായിട്ട് തോന്നുന്നു. ഒരു 2 വർഷം മുന്നേ പെട്ടെന്നൊരു ദിവസം ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ ഇതുവരെ തീരാത്ത ഒരു സിനിമയുടെ കൂട്ടാറാണ് DRPs എന്ന് പറഞ്ഞിട്ട് 2 വർഷത്തിന് വേണ്ടിയിട്ട്. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ മുന്നേൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാനിപ്പോൾ മുന്നേൻ്റെ സിനിമേൻ്റെ ഈ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ സിനിമ ഇറങ്ങുന്നതിനേക്കാൾ മുന്നേൻ്റെ സിനിമ ഇറങ്ങി കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത്രയും നല്ല കഥയും അത്രയും നല്ല രീതിയിൽ ഇത് വരികയും ചെയ്യട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. വേറെ ഒന്നും പറയാനില്ല. എല്ലാവരെയും കണ്ടതിലും എല്ലാവരോടൊപ്പം അഭിനയിക്കാൻ പോകുന്നതിൻ്റെയും ഒരു ത്രില്ലിലാണ്. ജാഫർക്കൻ്റെയും സുധീരേട്ടനും കൂടെ ഞാൻ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ എനിക്കത് മാത്രമല്ല, സാധാരണ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് കുറിപ്പാണെങ്കിലും സെക്കൻഡ് ഷോ ആണെങ്കിലും അല്ലെങ്കിൽ സെലൂട്ടാണെങ്കിലും ബാക്കി ജനറാണെങ്കിലും എനിക്ക് ചെല്ലുമ്പോൾ അറിയില്ല ഇതൊരു നല്ല ക്യാരക്ടറായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നറിയില്ല. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഫിലിം കാണുമ്പോഴാണ് ഇതാണല്ലോ ചെയ്തത് എന്ന് മനസ്സിലായി. പക്ഷെ ഈ സിനിമയിൽ ഞാൻ ആക്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്കറിയാം ഞാൻ ചെയ്യാൻ പോകുന്നൊരു നല്ല റോളാണ്. സോ എനിക്ക് അതിന് വേണ്ടിയിട്ടൊരു പ്രിപ്പറേഷനും ഇത് ഞാൻ നന്നായിട്ട് ചെയ്താൽ കുറച്ചുകൂടി നന്നായിട്ട് വരും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ സിനിമ കുണ്ടറ DRPsന് മുന്നേ തന്നെ ഗുലാം തട്ടുകട ഇറങ്ങട്ടെ, എല്ലാവിധ ആഗ്രഹങ്ങളും അനുഗ്രഹങ്ങളും ഈശ്വരന്റെ ഭാഗത്ത് നിന്ന് മുന്നേക്ക് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much. Moving on, I love to invite Sri Kiran Raj to the stage. Please come forward. എല്ലാവർക്കും നമസ്കാരം. പിന്നെ നമ്മുടെ സ്പെഷ്യൽ അതിഥി സാറിനും സംസാരം സാറിനും പിന്നെ മുന്നേക്ക് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടത്തിന് ഇടാൻ പറ്റിയ പേര് തന്നെയാണ് ഗുലാം തട്ടുകട. അതിന് ഒരുപാട് കാരണമുണ്ട്. ഞാൻ മുന്നേ പരിചയപ്പെടുന്നത് 7 വർഷം മുമ്പ് നടൻ ബാലയുടെ ഫാക്ടറി വെച്ചാണ്. അങ്ങനെ അത് പരിചയപ്പെട്ടു. അപ്പം എനിക്ക് അത്യാവശ്യം കുക്കിംഗ് പ്രാന്തുള്ള ഒരാളാണ്. അപ്പോൾ സുപ്രഭാതത്തിൽ അവിടെ ബാല ഉണ്ടാക്കിയിൽ മുന്ന വന്നു. അപ്പം ബാല പറഞ്ഞു മുന്ന കുക്ക് ചെയ്യുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ അപ്പം ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, എല്ലാവരും ഇഷ്ടപ്പെട്ടല്ലോ. ഒരു അരമണിക്കൂർ കൊണ്ട് 8-10 ഡിഷ് പാല കയറിയിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ സത്യം പറഞ്ഞല്ല, അല്ല ഫുൾ ചിക്കൻ കറി എല്ലാം എനിക്ക് ഒരേ സമയം 4 വച്ച അരക്ക് ഞാൻ ജീവിതത്തിൽ ആരെങ്കിലും കുക്ക് ചെയ്ത് കണ്ടിട്ടില്ല. ഞാൻ ശരി ഞെട്ടി. അങ്ങനെ ഒരു വ്യക്തിയാണ്. അപ്പം മുന്നേക്ക് ഫസ്റ്റ് മൂവി ഇടാൻ പറ്റിയ പേര് തന്നെയാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയത്. എസ്പെഷ്യലി നമ്മുടെ VD സതീഷ് സാറിന്റെ കൂടെ ഉള്ളത് വളരെ സന്തോഷം. ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഓൾ. Thank you so much.